ഇപ്പോൾ ദേശീയപാതയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് കാസർഗോഡ് ചട്ടഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള പ്രദേശത്തിനിടയ്ക്ക് ഇതിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് വലിയ ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. അതായത് ഈ ചെർക്കള മുതൽ നീലേശ്വരം വരെയുള്ള ദേശീയപാതയുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചിലാണ് ഈ സംഭവം ഉണ്ടായത്. ഏറ്റവും ഒരു പ്രയാസം നിറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് ചെർക്കളയിൽ നിന്ന് ചട്ടഞ്ചാലിലേക്കുള്ള ഈ മേഖലയാണ്. വലിയ കയറ്റങ്ങളും കുത്തനെയുള്ള സ്ഥലങ്ങളുമൊക്കെയാണ് അവിടെയുള്ളത്. ആ പ്രദേശത്താണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. മേഘ കൺസ്ട്രക്ഷൻസ് ആണ് ആ പ്രദേശത്ത് ഈ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അവർ ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ് വീണതിന് ശേഷം ഇതുവരെ ദേശീയപാതയിൽ നിന്ന് ആ മണ്ണ് മാറ്റിയിട്ടില്ല അവർ. മണ്ണിടിച്ചിൽ അവിടെ തുടർക്കഥയാവുകയാണ്. വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെ ഒപ്പം തന്നെ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ ചെർക്കള ഭാഗത്തെ ദേശീയപാതയ്ക്ക് സമീപം സുരക്ഷാഭിത്തി തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണിത്. സുരക്ഷാഭിത്തിയെ ചൊല്ലി നേരത്തെ തന്നെ പ്രദേശത്ത് പരാതികൾ ഉയർന്നിരുന്നു. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാസർഗോഡ് ചട്ടംചാലിൽ നിന്ന് ബെവിഞ്ച വഴി ചെർക്കളയിലേക്ക് എത്താൻ സാധിക്കുന്ന ദേശീയപാതയാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. മണ്ണിടിച്ചൽ ഉണ്ടായതോടെ പ്രദേശത്തെ നാഷണൽ ഹൈവേ വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. കാണുന്നില്ലേ ഇതന്നെ അവസ്ഥ. ഇപ്പം പോവാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോഡും വണ്ടിയെല്ലാം എടുത്തിനും എല്ലാം നഷ്ടമാണ്. സമയം ഭയങ്കര നഷ്ടമാണ്. അടച്ചിട്ടതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പം പോകണമെങ്കിൽ ഇതുവഴി കറങ്ങി അങ്ങനെ പോയിട്ട് വേണം തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിട്ട്. ഒരുപാട് ചുറ്റേണ്ടി വരുന്നത്. ഇപ്പോ നമുക്ക് ഇപ്പൊ വരണമെങ്കിൽ തന്നെ ചുറ്റിട്ട് വരണം. അപ്പുറക്ക് ദേളി വഴിയാണ്. ഭയങ്കര നഷ്ടമാണ് പെട്രോൾക്ക്. ഇതിപ്പോ ഇതിനൊരു ഉടനടി നടപടി എന്തെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. ചെർക്കള, വിദ്യാനഗർ, ബദിയുടുക്ക, മുള്ളേരിയ ഭാഗത്തേക്ക് പോകേണ്ടവർ കാസർഗോഡ് നഗരം ചുറ്റി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. റോഡിലേക്ക് ഇടിഞ്ഞ ഭാഗത്ത് ഒരു തരി മണ്ണുപോലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഏതാണ്ട് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചെന്ന് പറയാം. കുന്നിനു മുകളിൽ താമസിക്കുന്ന ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. കാസർഗോഡ് ചെർക്കള ഭാഗത്തുള്ള ദേശീയപാതയ്ക്ക് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഇവിടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തു നടത്തുന്നത്. കനത്ത മഴയിൽ കഴിഞ്ഞയാഴ്ച ഇവിടെ സുരക്ഷാഭിത്തി അടർന്നു വീണിരുന്നു. ഗതാഗതം ഇപ്പോൾ ഏതാണ്ട് നിലച്ച മട്ടാണ്. ഇതുവരെയായി ഇത് മണ്ണ് നീക്കുന്നതിന് യാതൊരു നടപടിയും കമ്പനി കൈക്കൊണ്ടിട്ടില്ല. ക്യാമറമാൻ ഷൈജു പിലാത്തർക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.